ഇനി ഇതിൻ്റെ ഫിനിഷിംഗ് വീഡിയോ ചെയ്യാം. ഞങ്ങൾ ഇനി 1/2 ഇഞ്ചിലേക്ക് 2 സൈഡും ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിലുള്ളത് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെങ്ങനെയാണെന്ന് നോക്കണേ. ഇവിടെ ഇത്ര ചെയ്ത് സ്റ്റിച്ച് ഈ ഉള്ളിൻ്റെ പീസ് ഉണ്ടല്ലേ, മെയിൻ പീസ്, ഇതിനെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചു. പിന്നെ നമ്മുടെ ലൈനിങ് പീസിനെ രണ്ടായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഫിനിഷിംഗായി. ഇത് എന്തിനെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിനെ ഇങ്ങനെ വലിച്ച് ഉള്ളിൻ്റെ ഇതുപോലെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരത്തിയെടുക്കാം. ഇനി വെച്ചു. ഇനി ഇതിനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. പോലെ എടുക്കാം. അപ്പോൾ നമുക്ക് ഫിനിഷിങ് കിട്ടുന്നതാണ്. അതേ കൊണ്ടിട്ട് അതേപോലെ ആ സൈഡിലും അതുപോലെ തന്നെ ചെയ്യണം. ഞാനത് ചെയ്തിട്ടേ കാണിക്കാം നിങ്ങൾക്ക്. ഇത്ര പീസും ഒരു 2 ഇഞ്ച് വരെ ഇങ്ങനെ ജോയിൻ്റായിട്ട് വെക്കണം. എല്ലാ പീസും താഴെയുള്ള പീസാണ്, മുകളിലുള്ളതല്ല. 2 ഇഞ്ച് ഇത്ര വന്നു. ഇനി നിങ്ങൾ ഇതിനെ മെയിൻ പാർട്ടിനെ ഉള്ളിലേക്ക് ഇതുപോലെ 2 പീസ് ഇങ്ങനെ വെച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇതിൻ്റെ മുകളിൽ ലൈനിങ് പീസിനിങ്ങനെ വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഇതിനെ ഉള്ളിലേക്ക് ഇങ്ങനെ പുറത്തിലേക്ക് വലിച്ച് ഇതിങ്ങനെ വെച്ച് ഫിനിഷിങ് സ്റ്റിച്ചായി. ഇതിനെ നമ്മൾ ഓപ്പണായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാം. ഇതുപോലെ ഫിനിഷിംഗായിട്ട് കിട്ടി. ഇനി ഇതിൻ്റെ ഈ ഭാഗം ഫോൾഡാക്കിയിട്ട് സ്റ്റിച്ചിങ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ 2 ഫോൾഡ് ചെയ്ത് ഇതുപോലെ 1/2 ഇഞ്ചിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇത് 1 ഇഞ്ചിലുണ്ട്. ഇതിനതുപോലെ 1/2 ഇഞ്ചിൽ ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യണം. കുറച്ച് എക്സ്ട്രാ വെച്ചിട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഇതും 1/4 ഇഞ്ചിൽ സ്റ്റിച്ചിങ്ങിനെ മടക്കിയിട്ട് ചെയ്യണം. നിങ്ങൾ മടക്കിയിട്ട് ചെയ്യാം. ഓക്കെ. ഇതുപോലെ ഒരു ഫോൾഡായി, ഇനിയൊരു ഫോൾഡായി മടക്കി